കേന്ദ്ര അവഗണനയ്ക്കിടയിലും ക്ഷേമ വികസന പദ്ധതികളിൽ നിന്ന് പിന്നോട്ടു പോകില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയും ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങളും വിതരണം ചെയ്യും. 2 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം നൽകും. ജീവനക്കാരുടെ DR ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുമെന്നും സപ്ലൈകോയുടെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു. ദ്രിപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകും. കേന്ദ്ര സർക്കാർ നിരന്തരം കേരളത്തെ സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാനുള്ള ശ്രമം തുടരുമ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ വികസന പ്രവർത്തനങ്ങളും പ്രതിജ്ഞാബദ്ധമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന പ്രഖ്യാപനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രത്യേക പ്രസ്താവനയിൽ ഉന്നയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തികമായ അവഗണനയെ തുടർന്ന് ക്ഷേമ പെൻഷനുകൾ ക്ഷേമ കാര്യങ്ങളിൽ മുൻപോട്ട് പോകാനും കഴിയാത്ത കുടിശ്ശിക വന്നു എന്ന കാര്യം വസ്തുതയാണ്. ക്ഷേമ പെൻഷൻ പോലും 5 മാസം മുടങ്ങിക്കിടക്കുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് അവ പരിഹരിക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് സർക്കാർ പോകുന്നു എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. കേന്ദ്രവിഹിതം യഥാസമയം ലഭിക്കാത്ത മൂലമുള്ള അധിക ബാധ്യതയും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്. നിലവിൽ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ 5 ഗഡുക്കൾ കുടിശ്ശികയാണ്. 2024 മാർച്ച് മുതൽ നിലവിലെ പെൻഷൻ കൃത്യസമയത്ത് നൽകി വരികയാണ്. അതേസമയം ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി സഭയിൽ നടത്തിയത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ്. DR അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംബന്ധിച്ച പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവർക്ക് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഒരു തരത്തിലും അവരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വയ്ക്കുക എന്നത് ഇടതുമുന്നണി സർക്കാരിൻ്റെ നയമല്ല. വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അതാണ് ഈ കാര്യങ്ങളിൽ കുടിശ്ശിക വന്നത്. 2024-25 സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം 2 ഗഡു DA ജീവനക്കാർക്കും പെൻഷൻകാർക്കും അനുവദിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് ഈ വർഷം തന്നെ സാമ്പത്തിക വർഷം തന്നെ കാരുണ്യ പദ്ധതിയിലടക്കം മരുന്ന് വാങ്ങാനുള്ള ആരോഗ്യ സംബന്ധമായിട്ടുള്ള മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ സപ്ലൈകോ പൊതുവിതരണ സംവിധാനത്തിൽ വന്നിട്ടുള്ള കുടിശ്ശിക അത് ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചു. കാരുണ്യ പദ്ധതിയുടെ ഭാഗമായും മരുന്ന് വിതരണത്തിനുള്ള ബില്ലുകളിലും വന്ന കുടിശ്ശിക സമയബന്ധിതമായി 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ലഭ്യതയ്ക്കും മറ്റും ഈ കുടിശ്ശിക തടസ്സമാകരുതെന്ന് സർക്കാർ നിർബന്ധമുള്ളതിനാൽ ഇത് പൂർണ്ണമായും കൊടുത്തു തീർക്കുന്നതാണ്. ഇതെല്ലാം കൊടുത്തു തീർക്കാൻ സർക്കാരിനാകുമോ എന്ന് മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. പക്ഷേ അതിന് ധനമന്ത്രി വ്യക്തമായ മറുപടിയും സഭയിൽ നൽകി. കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം പാലിക്കാനാണ്. വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും സർക്കാർ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഇത് കൊടുത്ത് തീർക്കാനുള്ള പദ്ധതികൾ തന്നെയാണ് സർക്കാർ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പ്രഖ്യാപിച്ചത്. നിങ്ങൾ ഇത് കൊടുത്തില്ലേ എന്ന കാര്യം നിങ്ങൾ വിലയിരുത്തി പരിശോധിച്ച ശേഷം പിന്നീട് വിമർശനം ഉന്നയിക്കൂ എന്നും ധനമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സഭയിലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് LDFിൻ്റെ നയപരമായ തീരുമാനമാണ്. ഏത് തരത്തിലുള്ള സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായിരുന്നാലും ക്ഷേമ പെൻഷനുകളും ക്ഷേമ പദ്ധതികളും സർക്കാർ മുടക്കില്ല. ലൈഫ് പോലുള്ള പദ്ധതികൾക്ക് പണം അനുവദിക്കും. പെൻഷൻ പൂർണ്ണമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമ പദ്ധതികളും അവർക്ക് കൊടുക്കാനുള്ള DA കുടിശ്ശികയും പൂർണ്ണമായി കൊടുത്തു തീർക്കും. മറ്റെല്ലാ ക്ഷേമ പദ്ധതികൾക്കൊപ്പം തന്നെ വികസന കാര്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് സർക്കാർ ഇന്ന് സഭയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അസിത. ദ്രിപൻ ചക്രവർത്തി വിവരങ്ങൾ നൽകിയത്.